പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ തലമുറയിൽ നിന്നും മരണമൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ കുറവുകൾ പരിഹരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും അവരെ മോചിപ്പിക്കുകയും അങ്ങയുടെ സ്വർഗത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കുകയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കർത്താവെ ചേർത്ത് നിർത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവര് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾ അവരുടെ ജീവിതകാലത്ത് വന്നുപോയിട്ടുള്ള പോരായ്മകൾ, പ്രത്യേകിച്ചും ദൈവപ്രമാണങ്ങളുടെ മേഖലയിൽ, അതുപോലെ തന്നെ മൂലപാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ വന്നുപോയിട്ടുള്ള കുറവുകൾ, അതിലൂടെ കടങ്ങളും പോരായ്മകളും പരിഹരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകമായിട്ടും തിരുസഭയുടെ കൽപ്പനകളെ കുറിച്ചാണ്. നമുക്കറിയാം, തിരുസഭ നമ്മോട് കുറെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായിട്ട് വളരാൻ, ഈ ലോകത്തില് നമ്മൾ കർത്താവിന് സാക്ഷികളായി പ്രസാദവരവസ്ഥയിൽ ജീവിക്കാനും, ദൈവം സ്ഥാപിച്ച തിരുസഭയെ സ്നേഹിക്കാനും അതിനെ വളർത്താനുമുള്ള ഉത്തരവാദിത്വം ഓരോ ക്രൈസ്തവനും ഉണ്ട്. നമ്മൾ മാമോദിസയിൽ ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ കർത്താവിൻ്റെ തീരെ സാക്ഷികളായിട്ട് മാറാമെന്നുള്ളത്. നമ്മുടെ ജീവിതത്തില് പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, നീ സാബത്ത് ആചരിക്കണം, ദൈവകൽപ്പനയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഞായറാഴ്ച ആചരണം. ഈ ഞായറാഴ്ച അതുപോലെ കടമുള്ള ദിനങ്ങളിലൊക്കെ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് ആ കുർബാനയുടെ ജീവിതം നമ്മൾ നയിക്കണമെന്ന് കർത്താവായ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് തിരുസഭയിലൂടെ. അതുപോലെ തന്നെ ആണ്ടിലൊരിക്കലെങ്കിലും നമ്മൾ കുമ്പസാരിക്കണം. എന്ന് പറഞ്ഞാൽ കുമ്പസാരം എന്നത് ദൈവത്തോടുള്ള, സഹോദരങ്ങളോടുള്ള ഒരു അനുരഞ്ജനമാണ്. അതുവഴി നമ്മൾ നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധം, സഹോദരങ്ങളുടെ ബന്ധം കൂടുതൽ പുനഃസ്ഥാപിച്ച് ദൈവാൈക്യത്തിൽ ജീവിക്കാൻ നമുക്കതുവഴി സാധിക്കും. അതുപോലെ തന്നെ സഭ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് പെസഹ കാലത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഈ ശരീരത്തിലുള്ള ജീവൻ കൊണ്ട് നമുക്ക് പോരാ. കാരണം നമ്മുടെ ആത്മാവിന് ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യരക്ഷ സ്വന്തമാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുക്കത്തോടുകൂടെ ഈശോയെ സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം കുമ്പസാരിക്കണമെന്നോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നല്ല. കഴിയുന്നതും എപ്പോഴും പ്രസാദൊരവസ്ഥയിലായിരിക്കാൻ, എല്ലാവരുമായിട്ട് രമ്യതപ്പെട്ടിരിക്കാൻ, അങ്ങനെ ഒരിക്കലും പിശാച് നമ്മുടെ ജീവിതത്തില് അത് ആധിപത്യം സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവനുള്ളവരായിരിക്കുക. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ വന്നേക്കുന്നതൊക്കെ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അത് സമർത്ഥമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സഭ നമ്മോട് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഉപവസിക്കുക. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും നമുക്ക് നിഷ്കർഷിച്ച സമയങ്ങളിലൊക്കെ നമ്മൾ നൊയമ്പ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ചും നമുക്ക് മാംസവർജനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഭ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നമ്മളിരുന്ന വ്യക്തിയെ കൂടുതൽ ബലമുള്ളവരാക്കാൻ, ആത്മീയമായിട്ട് ശക്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. തിന്മയ്ക്കെതിരെയുള്ള ഒരു സമരമാണല്ലോ നമ്മുടെ ജീവിതം. അവിടെ ബലം നമുക്ക് ലഭിക്കുന്നത് ഈശോ തന്നെയും മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു. അവിടെ നിന്ന് ഉപവസിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ജീവിതത്തില് കർത്താവ് പറയുന്നുണ്ട്, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ ഈ തിന്മ നമ്മളെ വിട്ടുപോകുകയുള്ളൂ. അതുകൊണ്ട് സഭ നമ്മോട് ഇത് ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്തേ മതിയാകും. അവസാനമായിട്ട് നമ്മൾ കാണുന്നത്, സഭ അധ്യക്ഷൻ നമ്മോട് ആവശ്യപ്പെടുന്ന ആ ഓഹരി നമ്മൾ കൊടുക്കണം. ദശാംശമൊക്കെ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ സഭയിലെ അംഗങ്ങളാണ്. ഈ സഭയെ പണിതുയർത്തുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സഭയെ പണിതുയർത്തലാണ്. പ്രിയമുള്ളവർ, ഈ മേഖലയൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു. നമ്മുടെ കുടുംബമൊക്കെ ആയിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കും. പലരും ഈ ഒരു മേഖലയിൽ ചിലപ്പോൾ നന്നായി ജീവിച്ചിട്ടുള്ളവർ തന്നെയായിരിക്കും. എങ്കിലും ചിലരൊക്കെ ഈ മേഖലകളിൽ ലാഘവത്വം കാണിച്ചിട്ടുള്ളവര്, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ ഈ ലോകത്തിന്റെ ജീവിതം നയിച്ച് കുർബാനയില്ല, കുമ്പസാരമില്ല, അത് കൂദാശകളില്ലാതെയൊക്കെ ജീവിക്കുകയും, അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ വിമുഖത കാണിക്കുകയും, അതുപോലെ തന്നെ നൊയമ്പും ഉപവാസവും ഒന്നും ഇല്ലാതെയും നമുക്ക് പള്ളിക്ക് കൊടുക്കേണ്ട ഓഹരി കൊടുക്കാതെയൊക്കെ ജീവിച്ചു പോയിട്ടുള്ള അവസ്ഥകളുണ്ട്. ഇന്ന് നമ്മൾ ഇപ്രകാരം ജീവിച്ചു മരിച്ചുപോയ ആത്മാക്കള് അവരേതെങ്കിലും തരത്തില് ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ഈ ആത്മാക്കൾക്ക് അങ്ങ് മോചനം നൽകണം. അവരെ കുറവുകളെ അങ്ങ് പരിഹരിക്കണം. എളിയവരായി ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ബലികളും അതുപോലെ ഞങ്ങളുടെ ത്യാഗപ്രവർത്തികളും കാരുണ്യ പ്രവർത്തികളും ഒക്കെ സ്വീകരിച്ച് കർത്താവെ, ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന ഈ ആത്മാക്കൾ പ്രത്യേകിച്ചും തിരുസഭയുടെ കൽപ്പനകൾ ലംഘിച്ചതിലൂടെ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഈ പോരായ്മകൾ പരിഹരിച്ച് പ്രകാശത്തിന്റെ നാട്ടിലേക്ക് അവരെ സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോടൊത്തു ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനുമുള്ള തിരുസഭയിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലും തലമുറയിലുമുള്ള എല്ലാ പാപികളുടെയും മോചനത്തിനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.